നമുക്ക് ഇന്ന് ഇലയട ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, മോന് സ്കൂൾ വിട്ട് വരാറായി. 3 മണിക്ക് 4 മണിയായി തോന്നുന്നു. 4 മണി ഇപ്പം ആയിട്ടില്ല കേട്ടോ, ആവാറായി. അപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കാവേ. കുറച്ചിട്ടാൽ മതി കേട്ടോ, 1 സ്പൂണ്. ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ഇടാം. നന്നായി ചോക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ചൂടാറിയിട്ട് വെച്ചിടാൻ ഇത് ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ ഇളക്കാം കേട്ടോ. വെള്ളം നമുക്കിതൊന്ന് പൊടിക്കാം കേട്ടോ. ഓക്കെ, വെള്ളം ഇതേപോലെ കത്തിയും കൊണ്ട് ചിരകട്ടെ കേട്ടോ. ഓക്കെ, ഇതാ വെള്ളം ചിരകിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നമുക്കിതിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടേ. തേങ്ങ നന്നായിട്ട് നല്ലോണമല്ല, ഒരു ചുവപ്പ് കളറൊന്നും ആവണ്ട, വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് വെള്ളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ഭാഗത്ത് ഇതിടാം കേട്ടോ. തേങ്ങയും വെള്ളവും കൂടിയിട്ടുള്ളത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് മടക്കാം. ഓക്കെ, മടക്കിയിട്ടുണ്ട് കേട്ടോ. നെയ്സിൽ പരത്തണം കേട്ടോ ഇങ്ങനെ. എന്നിട്ട് പിന്നെയും നമുക്കിത് മടക്കി വയ്ക്കാവേ. അത് ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വെള്ളം കളഞ്ഞാൽ നോക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇഡ്ഡലി ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് വയ്ക്കാം. നല്ല നന്നായിട്ട് കഴുകിയിട്ട് കഴുകി തുടച്ചിട്ട് വെക്കണം കേട്ടോ. ഈർപ്പം പറ്റില്ലേ. എന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനിങ്ങനെ. കഴിഞ്ഞു. മൂടി വെക്കാം കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് 4 മണിക്ക് എളുപ്പപ്പണിയുള്ള പലഹാരമാണ്. ഓക്കെ, ഇത് വേവട്ടെ കേട്ടോ. ആവി വരുന്നുണ്ട്, വന്നാൽ നോക്കാം കേട്ടോ. വെന്തു കേട്ടോ. അങ്ങനെ നമുക്ക് ഇലയട ആയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഇത് ചെയ്ത് നോക്കണേ. നാച്ചുറൽ ഫുഡല്ലേ, നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കണേക്കാട്ടും നല്ലതാണ്. ഇതിൽ വെല്ലവും മാവും മാത്രമേ ഉള്ളൂ, വേറെ ഒരു പണിയുമില്ല. ആവിയിൽ വേവിക്കുക. ബായ്. അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.